ഹലോ, അപ്പോൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ നമ്മളൊരു ബോക്സ് സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അധികം സ്ട്രോബെറീസ് ഒരുമിച്ചിരുന്നതിൽ നല്ല ഷേപ്പുള്ള സ്ട്രോബെറീസ് ഉള്ള ഒരു ബോക്സ് ഒക്കെ ആയിട്ടോ ഞാൻ എടുത്തത്. ഞാൻ അതിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ കടയിൽ ഇക്ക പറയുന്നുണ്ടായിരുന്നു, മോളെ ഇതെല്ലാം ഇന്ന് വന്ന് സ്ട്രോബെറി ഒന്നും കേടില്ല എന്ന്. പക്ഷെ ഞാൻ നോക്കിയത് നല്ല ഷേപ്പുള്ള സ്ട്രോബെറീസ് ആണ്. സ്ട്രോബെറീസ് മൊത്തത്തിൽ അത് ഉപ്പിട്ട വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ബോക്സിൽ സ്ട്രോബെറീസ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ കുറേ അധികം ഇലകൾ ഇതിനടിയിൽ ഉണ്ടാവില്ലേ. പക്ഷെ ഇപ്രാവശ്യം ഒരു ഇല മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. നമ്മൾ വാങ്ങിച്ച ബോക്സിൽ ഷേപ്പ് നോക്കി എടുത്തതുകൊണ്ടായിരിക്കണം ചെറിയ ചെറിയ സ്ട്രോബെറീസ് ആയിരുന്നു. പിന്നെ അത്യാവശ്യം മധുരവും പുളിയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. നമ്മൾ ഈ സ്ട്രോബെറീസ് വാങ്ങുമ്പോൾ നല്ല തണുത്ത പാൽ ഒഴിച്ചിട്ട് ജ്യൂസ് അടിക്കാറുണ്ട്. ആ സീഡൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ജ്യൂസ് കുടിക്കുക. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് കൂർക്കയായിരുന്നു. കൂർക്ക ഇപ്പം ഞാൻ കുറേ വീഡിയോസിൽ ഒരൊറ്റ ഫിസിൽ കുക്കറിൽ ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് തൊലി കളയുന്ന കാണാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ അടിച്ചെടുത്തിട്ട് കളയാറാണ്. പഴയ ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് കുറച്ച് ഡാർക്ക് കളറാണെങ്കിൽ ആ ഒരു കറ പറ്റാതിരിക്കും. എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കും. ഉമ്മയൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിട്ട് വരും. ഞാൻ ചെയ്യുമ്പോൾ കുറച്ച് തൊലിയൊക്കെ ഉണ്ട്. കൂർക്കുള്ള സ്ഥിതിക്ക് നമുക്ക് ചെറിയൊരു പൊതിച്ചോറ് സെറ്റാക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള ഇല വെട്ടാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാം ചെറിയ ഇലയാണ്. പൊതിയുമ്പോൾ കീറിപ്പോകുന്നൊരു ഡൗട്ടിൽ നമ്മൾ നല്ലൊരു അത്യാവശ്യം ഒരു ഇല എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ വാഴകളൊക്കെ ഒന്ന് വലുതായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ആ പൊതിച്ചോറിലേക്ക് ഒരു മുട്ട ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ടില്ല, കുറച്ച് മുളക് പൊടി ഇട്ടിട്ടോ എടുത്തത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ വേറെ ചോറ് കഴിക്കും. കുറച്ച് താമസിച്ച് തീരുമാനിച്ചതുകൊണ്ട് ഇത് വൈകുന്നേരത്തേക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. കെട്ടി കുറച്ച് നേരം വെക്കേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് ചോറ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മെയിൻ സാധനം വെച്ച് കൊടുക്കുന്നുണ്ട്, കൂർക്ക മെഴുക്ക് വരട്ടിയത്. പിന്നെ നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടത്തിൻ്റെ കൂടെ ഒരു കുട്ടി മുട്ട പൊരിച്ചതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. മുളകുള്ള ഭാഗം വെറുതെ വെച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ മുളക് പൊടിയും കുറച്ച് സവാള ഉപ്പും മാത്രമേ മുട്ടയിലിട്ടിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ പീസ് മീൻ പൊരിച്ചതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോയിൽ കാണിച്ച് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നെല്ലിക്ക ഇപ്പോൾ കുറച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിലാട്ടോ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടിയിൽ വേറെ ഒന്നും അത് ആഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ടേസ്റ്റും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ചെറിയ മുട്ട പൊരിച്ചതും കുറച്ചൊരു മീൻ പൊരിച്ചതും പിന്നെ ഒരു നെല്ലിക്കായും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. എനിക്ക് നെയ്യ് ഇങ്ങനെ ചോറിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്തിട്ടൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. ചൂട് ചോറായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ. പൊതിയുന്ന സമയത്ത് വാഴയില പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഴയില ആദ്യം ഒന്ന് പൊതിഞ്ഞിട്ട് പിന്നെ ഒരു ചെറിയൊരു പേപ്പറിലും കൂടെ ഒന്ന് പൊതിഞ്ഞിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ലേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. താങ്ക്